വർദ്ധിച്ചു വരുന്ന സൂര്യൻ ഭൂമിയെ അതിശക്തമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യന് ഗ്രഹപദവി നൽകിയത്. ചന്ദ്രനും ഭൂമിക്ക് മേൽ സ്വാധീനമുണ്ട്. വേലിയിറക്കവും ശുദ്ധമായ ദൃഷ്ടാന്തമാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് ചന്ദ്രനും ഗ്രഹപദവി കൈവന്നു. ഗ്രഹണാദികൾക്ക് കാരണമാകുന്ന രാഹുകേതുക്കൾക്കും ഇതുപോലെ വ്യക്തമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഗ്രഹപദവി നൽകിയിരിക്കുന്നത്. ഇവിടെ പൊതുവിൽ നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും ആചാര്യന്മാർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രകാശബോധോ പ്രഥമോ ഗ്രഹാണാം താരാഗ്രഹ പഞ്ചപരേ തതോദോ തമോഗ്രഹോ എന്ന് ആചാര്യന്മാർ സന്ദേഹരഹിതമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനർത്ഥം നവഗ്രഹങ്ങളിൽ ആദ്യത്തെ രണ്ട്, അതായത് സൂര്യനും ചന്ദ്രനും പ്രകാശഗ്രഹങ്ങളും അഥവാ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവരാണ് എന്നും പിന്നെയുള്ള പഞ്ചപരേ താരാഗ്രഹമാണ്, 5 പേരും താരാഗ്രഹങ്ങളാണ് എന്നാണ്. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി. ബാക്കിയുള്ളവര് തമോഗ്രഹവും അവർ തമോഗ്രഹങ്ങളാണ് എന്നും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാഹു, കേതു. ഈ നവഗ്രഹങ്ങളെ കൂടാതെ ഗുളികനെയും ജ്യോതിഷത്തിൽ ചിന്തിക്കാറുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസുകളിൽ ഗുളികന്റെ പ്രാധാന്യവും മറ്റുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ ആരോഗ്യമാണ് എന്ന് മനസ്സിലാക്കിയല്ലോ. അടുത്ത ക്ലാസ്സിൽ നവഗ്രഹങ്ങളിൽ ആദ്യം വരുന്നതായ സൂര്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. യൂട്യൂബിലെ മാന്യ ദർശകർക്ക് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിലെ 2ാം നക്ഷത്രത്തിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ വാരത്തില് പൂയ നക്ഷത്രത്തിന്റെ ഫലത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ദിവസം നമുക്ക് പൂയ നക്ഷത്രം സ്ത്രീകളുടെ പ്രത്യേക വിധത്തിനെ കുറിച്ചും മറ്റും വിശദമായി തന്നെ മനസ്സിലാക്കാം. പുഷ്പേഷു ജാത വനിതാസ്വരൂപ പ്രസിദ്ധ സുഭഗാസുപുത്ര ദേവദ്രുലാസ്തേ പ്രവണാസ്വഹർമ്യ സുഖാധിക ബാന്ധവവർഗ ഭാഷ എന്ന് പറയുന്ന പ്രധാനക്കാരൻ. നമസ്കാരം, 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 നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ടൂറിസ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാശിചക്രത്തിലെ നക്ഷത്ര മേഖലകളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് രാശിനാഥന്മാരെ കുറിച്ച് അറിയാം. രാശിചക്രത്തിൽ 12 രാശികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇത് ഓരോ രാശിയുടെയും ആധിപത്യം ഓരോ ഗ്രഹങ്ങളുണ്ട്. അവരാണ് ആ രാശിയുടെ നാഥന്മാർ അല്ലെങ്കിൽ അധിപന്മാർ എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി നമ്മുടെ വീടുള്ളത് പോലെ ഓരോ ഗ്രഹങ്ങൾക്കും സ്വന്തമായി ഓരോ വീടുണ്ട്. ആ വീടാണ് ഈ രാശികൾ എന്ന് പറയുന്നത്. വിശദമായി നമുക്ക് നോക്കാം. മേടൻ രാശിയും വൃശ്ചിക രാശിയും ചൊവ്വയുടെ വീടാണ്. ഇടവം തുലാം രാശികൾ ശുക്രന്റെയും, മിഥുനം കന്നി രാശികൾ ബുധന്റെയും, ധനു മീനം രാശികൾ വ്യാഴത്തിന്റെയും, മകരം കുംഭം രാശികൾ ശനിയുടെയും, ചിങ്ങം സൂര്യന്റെയും, കർക്കിടകം ചന്ദ്രന്റെയും വീടാണ്. ജ്യോതിഷികൾ ഇതിന് സ്വക്ഷേത്രം എന്നാണ് പറയുക. ക്ഷേത്രം എന്നതിന് പാർപ്പിടം അഥവാ വീട് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ സ്വക്ഷേത്രം എന്നാൽ സ്വന്തം വീട് എന്നാണ്. ചിങ്ങം സൂര്യന്റെ സ്വക്ഷേത്രം, കർക്കിടകം ചന്ദ്രന്റെ സ്വക്ഷേത്രം, ഇങ്ങനെ പറയും. മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സമാധാനവും സുഖവും സന്തോഷവും എല്ലാം തന്നെ ഉണ്ടായിരിക്കും, അല്ലെ? നമ്മുടെ മനസ്സ് സമാധാനപൂർണ്ണമായിരിക്കും. അതുപോലെ ഗ്രഹങ്ങളും അവരവരുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവരും നല്ല സന്തോഷവാന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഗ്രഹങ്ങൾ നൽകേണ്ടതായിരിക്കുന്ന ശുഭഫലങ്ങളെല്ലാം തന്നെ അവർ വളരെ നല്ല രീതിയിൽ നൽകുകയും ചെയ്യുന്നു. ഇതിൽ സൂര്യൻ മുതൽ ശനി വരെയുള്ളതായിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് മാത്രമാണ് ഗ്രഹങ്ങൾ അഥവാ വീടുകൾ ഉള്ളത്. രാഹുകേതുക്കൾ ഛായാഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായി ഭവനമില്ല. അവർ ഏത് ഗ്രഹത്തിന്റെ വീട്ടിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലങ്ങളെയാകും നൽകുക.
അതുകൊണ്ട് തന്നെ ആ രാശികളെ ചാന്ദ്രരാശികൾ എന്നാണ് പറയുക. ഗ്രഹങ്ങളില് സൂര്യനെ രാജാവായിട്ടാണ് കണക്കാക്കുന്നത്, ചന്ദ്രനെ രാജ്ഞിയാണ്. അപ്പോൾ രാജാവും രാജ്ഞിയും ഈ 12 രാശി ചക്രങ്ങളെയും ഭരിക്കുന്നു എന്നാണ് പറയുന്നത്. ചിങ്ങം രാശി രാജാവിന്റെ, അതായത് സൂര്യന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത കന്യരാശി യുവരാജാവായ ബുധന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത തുലാം രാശി ഗജനാഭം സൂക്ഷിക്കുന്ന ശുക്രന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത വൃശ്ചികം രാശി പടത്തലവനായ സേനാനായകനായ ചൊവ്വയുടെ ക്ഷേത്രം. അതിനടുത്ത ധനുരാശി മന്ത്രിയായ വ്യാഴന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത മകരം രാശി ദാസന്മാർ അല്ലെങ്കിൽ പ്രജകളായ ശനിയുടെ ക്ഷേത്രം. ഇങ്ങനെ കണക്കാക്കാം. അപ്പോൾ ഒരു രാജ്യം പൂർണ്ണമാക്കുന്ന സകലതും ഇതിൽ ഉൾപ്പെട്ടു എന്ന് വരുന്നു. ഇനി ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ക്രമമായും ഇതുപോലെ തന്നെ ചിന്തിക്കാം. രാജ്ഞിയായ ചന്ദ്രന്റെ ക്ഷേത്രം കർക്കിടകമാണ്. യുവരാജാവായ ബുധന്റെ ക്ഷേത്രം മിഥുനമാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ശുക്രന്റെ ക്ഷേത്രമായ ഇടവമാണ് അടുത്തതായി വരുന്നത്. അതിനടുത്ത മേടം രാശി പരത്തലവനായിരിക്കുന്ന ചൊവ്വയുടെ ക്ഷേത്രം. അതിന്റെ തൊട്ടടുത്ത മീനം രാശി മന്ത്രിയായ വ്യാഴത്തിന്റെ ക്ഷേത്രം. അതിനടുത്ത കുംഭം രാശി പ്രജകളായ ശനിയുടെയും ക്ഷേത്രം. മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം പ്രസിദ്ധമാക്കി വെക്കണം. ഇത് വളരെയധികം പ്രധാനമാണ്. കാരണം ഓരോ ഗ്രഹങ്ങളും അവരവർക്ക് സ്വന്തമായ വീടുകളിൽ നിൽക്കുന്ന സമയത്തിൽ ശുഭഫലങ്ങളെയും അവരുടെ ശത്രുക്കളുടെ വീടുകളിൽ നിൽക്കുന്ന സമയത്തിൽ അശുഭഫലങ്ങളെയും പ്രദാനം ചെയ്യും. ഗ്രഹങ്ങൾക്കും ശത്രുക്കളും എന്നല്ലേ ചിന്തിക്കുന്നത്? ഉണ്ട്. ഗ്രഹങ്ങൾക്കും നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ശത്രുമിത്ര ഭേദങ്ങളുണ്ട്. അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടി മനസ്സിലാക്കാം. അടുത്ത ക്ലാസ്സില് ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമുക്കറിയാം. ഈ പറഞ്ഞതില് എന്തെങ്കിലും മനസ്സിലാകാത്തതായി ഉണ്ടെങ്കിൽ ചുവടെ കമന്റായി രേഖപ്പെടുത്തിക്കോളൂ, മറുപടി നൽകുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രം ഏതാണ് എന്ന് മനസ്സിലാക്കാം. എല്ലാ ഗ്രഹങ്ങൾക്കും സ്വക്ഷേത്രത്തിൽ അഥവാ സ്വന്തം വീട്ടിൽ പകുതി ബലവും മൂലത്രികോണ രാശിയിൽ മുക്കാൽ ബലവും ഉണ്ടായിരിക്കും. സ്വക്ഷേത്രം ഗ്രഹങ്ങളുടെ വീടാണ് എങ്കിൽ മൂലത്രികോണം തറവാടാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ബലം ഗ്രഹങ്ങൾക്ക് മൂലക്ഷേത്രത്തിൽ നിന്നാൽ ഉണ്ടാകുന്നതാണ്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രാശി മൂലക്ഷേത്രമാണ്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സൂര്യന് ചിങ്ങം രാശിയാണ് മൂലക്ഷേത്രം. ചന്ദ്രന് ഇടവവും, ബുധന് കന്നിയും, വ്യാഴത്തിന് ധനുവും, ശുക്രന് തുലാം രാശിയും, ശനിക്ക് കുംഭം രാശിയും മൂലക്ഷേത്രമാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി രാശിചക്രത്തിൽ എഴുതി കാണിക്കാം. ഇതില് സൂര്യന് ചിങ്ങം രാശി മൂലക്ഷേത്രം എന്ന് പറഞ്ഞുവെങ്കിലും ചിങ്ങം രാശി മുഴുവനും സൂര്യന് മൂലക്ഷേത്രമല്ല. ഒരു രാശി എന്നത് 30 ഡിഗ്രിയാണ് എന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ചില ബാധ്യതകൾ വരെയാണ് ഗ്രഹങ്ങൾക്ക് മൂലക്ഷേത്രാവകാശം ഉള്ളത്. നമുക്കൊന്ന് വിശദമായി നോക്കാം. സൂര്യന് ചിങ്ങം രാശിയിൽ 20 ഡിഗ്രി വരെയാണ് മൂലക്ഷേത്രാവകാശം ഉള്ളത്. ചന്ദ്രന് ഇടവം രാശിയിൽ ആദ്യത്തെ 3 ഡിഗ്രിക്ക് ശേഷം 30 ഡിഗ്രി വരെയുള്ളതായിരിക്കുന്ന 27 ഡിഗ്രിയും മൂലക്ഷേത്രമാണ്. ചൊവ്വയ്ക്ക് മേടം രാശിയിൽ ആദ്യത്തെ 12 ഡിഗ്രി വരെയാണ് മൂലക്ഷേത്രം. ബുധന് കന്യരാശിയിൽ 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയുള്ളതായിരിക്കുന്ന 5 ഡിഗ്രി ഭാഗമാണ് മൂലക്ഷേത്രം. വ്യാഴത്തിന് ധനുരാശിയിൽ ആദ്യത്തെ 10 ഡിഗ്രി വരെ, ശുക്രന് തുലാം രാശിയിൽ ആദ്യത്തെ 5 ഡിഗ്രി വരെ, ശനിക്ക് കുംഭം